السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുടെ പരിശുദ്ധമായ ഇസ്ലാം ദീന ലോകത്ത് പ്രചരിക്കുവായിട്ട് ദുനിയാവ് വന്നു. കേവലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ദീനി ദഅവത്ത് മക്കത്ത് അഥവാ പരിസരത്ത് മാത്രം അത് സീമിതമായിട്ടില്ല. ചുറ്റുഭാഗത്തുള്ള എല്ലാ രാജാക്കന്മാർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ്റെ സന്ദേശ അങ്ക് കടത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കിസ്ര ചെല്ലെ വലിയൊരു ബലാഢ്യനായ ഒരു രാജാവ് ഒരു ദേശം കിസ്ര കൈസറിനെ കേട്ടറോ. പണ്ടത്തെ ഇന്ത്യ, അമേരിക്ക, ബ്രിട്ടൻ എന്ന പോലെ വലിയ ബലാഢ്യമായ വലിയ അഭിവൃദ്ധിശീല ദേശമായിട്ട് എന്താ അറിയപ്പെട്ടത്. ലോകത്തെ ഒരു സൂപ്പർ പവർ ദേശമായിട്ട് ചെല്ലാം. ആ കിസ്ര അങ്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ സന്ദേശം കടത്തിയിട്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ അങ്ങനിലേക്ക് എത്തുപാട്ടുള്ളൊരു പ്രയത്നമാണ് നബി തങ്ങൾ ആക്കിയിട്ട്. അങ്ങനെ ഇസ്ലാമിൻ്റെ സന്ദേശവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ കിസ്രയിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ കിസ്ര ചില രാജാവും അതിൽ നോക്കിയിട്ട് ഫമസ്സഖഹു കിസ്ര രാജാവും അതിനെ പറിച്ചിട്ട് കീറിയിട്ട് ഛിദ്രാക്കി വിട്ടു. അവൻ ദുരഹങ്കാരിയായിട്ടിരുന്ന അതുപോലത്തെ ബാക്കി കുറേ രാജാക്കന്മാർ ആ ആശയത്തെ സ്വീകരിച്ചിട്ട് അങ്ങ് ഇസ്ലാമായതുകൊണ്ട് നജാഷി രാജാവ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു സന്ദേശം എത്തിയപ്പോൾ അദ്ദേഹം ആ സന്ദേശം സ്വീകരിച്ചിട്ട് ഇസ്ലാമായിട്ടുണ്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. പക്ഷേ ധിക്കാരിയായിട്ട് തന്നെ ഈ കിസ്ര അതിനെ ഓതിട്ട് ആ സന്ദേശത്തെ കീറിട്ട് ഛിദ്രാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിഷയം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കര ബേജാറായിട്ട്. അയാൾ ദീൻ സ്വീകരിച്ചില്ലെങ്കിലും അയാൾ അങ്ങനെ ആക്കുത്തീരാൻ തോറു രാജമര്യാദയിൽ വെച്ചില്ലല്ലേ, കീരിത്ത് ഛിദ്രാക്കിത്തല്ലേ. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് നബി തങ്ങൾ വാർന്നു. ഫദഅ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുമസ്സഖു കുല്ല മുമസ്സഖിൻ. പടച്ചവനെ, നിൻ്റെ സന്ദേശത്തെ അയാൾക്ക് എത്തിയപ്പോൾ അയാൾ അതിനെ കീറിട്ട് അവമാനാക്കിയിട്ട് ഛിദ്രാക്കിയിട്ട് എങ്കിൽ അദ്ദേഹത്തെ രാജാധികാരം നീ ഛിദ്രാക്കണമെന്ന് നബി തങ്ങൾ വാർന്നു. അങ്ങനെ ചരിത്രത്തിൽ ചെല്ല് കൊറിയ കാലം കഴിഞ്ഞപ്പോൾ കിസ്രാശിൻ്റെ ലോക അറിയപ്പെട്ടതായ ആ രാജാവുടെ അധികാരം നഷ്ടപ്പെട്ടിട്ട് സമ്പൂർണ്ണമായിട്ട് കിസ്ര കൈസർ ചെല്ല് ആ ദേശം ഇന്ന് റോമുട്ട് അറിയപ്പെട്ടു. സാധാരണ പണ്ടത്തെ റോം സാമ്രാജ്യമായിട്ട് ആ റോം സാമ്രാജ്യം സമ്പൂർണ്ണമായിട്ട് നിലക്കച്ച് പോയിട്ട് ഛിദ്രായി പോയിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബേജാറായിട്ട് ദ്വാർന്നതിരെ ഫലമായിട്ട് തീർന്നിട്ട് മഹാന്മാർ വിശദീകരിക്കാറ്. ഇതുപോലത്തെ ഒരുപാട് സംഭവം നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. നബി തങ്ങളെ ധിക്കരിച്ചപ്പോൾ നമുക്ക് കിട്ടിയതായ ശാപങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഔതണ കൂട്ടത്തിൽ പോയിട്ട് ഒരു സദ്യത്ത് ഒരു ഗമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നോട്ടിരുത്തി. അപ്പോൾ നബി തങ്ങളെ മുട്ടാതെ വരച്ച ഒരാൾ അയാൾ തിന്നിട്ടുണ്ട്. പക്ഷെ അയാൾ തിന്ന ഇടത്ത കയ്യിലായിട്ടിരുത്ത്, ഇടത്ത കയ്യിൽ തിന്നുകൊണ്ടിരുത്ത്. അപ്പോൾ നബി തങ്ങൾ ചെന്ന് കുൽബി അമീനിക്ക, നിൻ്റെ ബലത്ത കൈക്ക് എന്തായാലും ബലത്ത കയ്യിൽ തിന്നത് ചെത്ത്. അപ്പോൾ ആ മനുഷ്യ ചെത്ത് ലാസ്തത്തിയോ ബലത്ത കയ്യിൽ തിന്ന് നക്കാവില്ല ചെത്ത്, നക്കത് ഹോബിയില്ല, നക്ക് ആദത്തില്ല. മാ മനാഹു ഇല്ലൽ കിബിർ, അയാൾക്ക് അഹങ്കാര കിബിറായിട്ട് തിന്നാതിക്കോ കാരണ, പിന്നെ കൈ നൊമ്പലായിട്ടൊന്നും അല്ല, നക്കത് ആദത്തില്ല. ആങ്ങലക്കറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലക്കത്തെ ഒരു ശരിയാക്കി കണ്ടപ്പോൾ
ഫമാ റഫഅഹ ഇലാ ഫീഹി, അതിൽ പിന്നെ അയാൾ ഒരിക്കലും തൻ്റെ വലത്തെ കൈ കൊണ്ട് ബായിലേക്ക് എന്തും ഉയർത്തുവാൻ സാധ്യമായിട്ടില്ല. ബി മുഅ്ജിസത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഒരു പലക്ക. പിന്നെ എന്തങ്ങ കൈ നീന് വലത്തെ കയ്യിൽ ഉണ്ണു ചൊല്ലുമ്പോൾ അയാൾ നക്കതാവില്ല, നക്കത് ആദത്തില്ല. അങ്ങനെ ചെന്നപ്പോൾ നിമിത്തങ്ങ പലക്ക ചൊല്ലുത്ത ലസ്തത്താഴ്ത്തായത് എനിക്കാവതാവാണ്ട് പോട്ട് എന്ത്. അതിൽ പിന്നെ അയാളെ ബായിലേക്ക് വലത്ത് കൈ കൊണ്ട് അയാൾക്ക് ബാഗ് ഭക്ഷണമോ ബാഗൊന്നും തിന്നുവാൻ സാധ്യമേ ആയിട്ടില്ല എന്നിട്ട് ചരിത്രത്തിൽ കാണും. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കണം. അതായിരിക്കും അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു ഹബീബിനെ സ്നേഹിക്കുകയും അവിടെ ഹബീബിലെ എല്ലാ ആദേശങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് കഴിവിൻ്റെ പരമാവധിയായിട്ട് കൊണ്ടുവരവും സുന്നത്ത് ചര്യങ്ങളെല്ലാം പാലിച്ച് കൊണ്ടുവരും. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഹബീബിൻ്റെ ബർക്കത്തുള്ള അങ്ങനെ എല്ലാ കാര്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ശരീരത്തുള്ള എല്ലാ രോഗങ്ങളും ശിഫയാക്കി തരട്ടെ. അങ്ങനെ ഉമ്മാബയുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ആമീൻ. ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.